ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും കളിയാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കളിയാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ പുതിയ സിനിമ ജോളി LLB 3. ഈ സിനിമയിൽ താങ്കൾ കറുപ്പ് കോട്ടിനെക്കുറിച്ച്, വക്കീലന്മാരെക്കുറിച്ച്, അവരുടെ അറ്റയറിനെക്കുറിച്ച്, കൂടുതൽ പറയുകയാണെങ്കിൽ ജഡ്ജിമാരെ പോലും താങ്കൾ കളിയാക്കിയിരിക്കുകയാണ്. അതായത് ഒരു കാര്യം പറയാം, ജുഡീഷ്യറിയെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സിനിമയുടെ കാര്യമെടുത്താൽ അങ്ങനെയാണ് അതിൽ കാണിക്കുന്നത്. നമ്മളും കണ്ടിട്ടുണ്ട്, ചില ലോയർ കോടതികളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സോ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് യഥാർത്ഥ ജീവിതത്തിൽ നിന്നും എടുത്തതാണ്. സുഭാഷ് കപൂർ, ഞങ്ങളുടെ റൈറ്റർ ഡയറക്ടർ, അദ്ദേഹം അങ്ങനെയാണ് ഇത് തയ്യാറാക്കിയത്. ഇപ്പോ യഥാർത്ഥ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാവം പിടിച്ച വക്കീൽ ജയിച്ച വലിയൊരു എമൗണ്ട്, തോറ്റാൽ അപ്പീൽ. അദ്ദേഹത്തെ കണ്ടോ? അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കൂ. ബ്രേക്ക് സമയത്ത് ഇദ്ദേഹം ഒരു വക്കീലാണെന്ന് എന്നോട് പറഞ്ഞു. ശരി, നിങ്ങൾ പറയൂ, ഈ ലൈനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? താങ്കൾ പറഞ്ഞിരുന്നു ജയിച്ചാൽ വലിയ തുക കിട്ടും, ഇനി അഥവാ തോൽക്കുകയാണെങ്കിൽ ഹൈക്കോർട്ട്, അടുത്ത അപ്പീൽ. അദ്ദേഹത്തോട് ഞാൻ എന്തെങ്കിലും കാലാവധി കഴിഞ്ഞ വക്കീൽമാരുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച് സർ. ചില ലോയേഴ്സ് ഈ സിനിമ ബാൻ ചെയ്യാൻ പറഞ്ഞ് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യരുത്. എൻഡ് ഓഫ് ദി ഡേ ഒരു സിനിമ മാത്രമാണ് ഇത്, വെറും സിനിമയാണ്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാർമേഴ്സിന്റെ കഥയാണ്. അതുകൊണ്ട് സിനിമ കാണുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പാർട്ട് 1ലും അങ്ങനെയാണ് കാണാൻ കഴിയുക. പിന്നെ റിട്രാക്ട് ആയി പാർട്ട് 2ലും അതാണ് സംഭവിച്ചത്, റിട്രാക്ട് ആയി. സാരമില്ല. അക്ഷയ്, ഞാൻ ഈ സിനിമ കണ്ടിരുന്നു. അതായത് ജഡ്ജി പറയുകയാണ്, വക്കീൽ സാർ പാന്റ് മാറുന്നത് കൊണ്ട് വാദങ്ങൾ മാറുന്നില്ലെന്ന്. ജഡ്ജി സാറ് പറയുന്നത് എനിക്ക് തടയാനാവില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും തടയാനാവില്ല. അത് എനിക്കറിയില്ല. അതായത് ആ സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സിനിമ കണ്ടതാണല്ലോ. ആ സീൻ അങ്ങനെയാണ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഹി വാസ് ടോക്കിംഗ്. ആൻഡ് ഞങ്ങൾ ഷൗരവ് ശുക്ലാജിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ഡയലോഗ് ഡെലിവർ ചെയ്യുക. താങ്കൾ അദ്ദേഹം പറയുന്നത് പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ വാഗ്വാദം തടഞ്ഞു നിർത്തുകയാണ്. താങ്കളൊരു കാര്യം ചെയ്യൂ രജി സാർ, മൊത്തം സിനിമയുടെ കഥയും ഇവിടെ പറയൂ, മുഴുവൻ കഥയും പറഞ്ഞു കൊടുക്കൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് അക്ഷയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. അതിൽ വളരെ നല്ലൊരു മെസ്സേജാണ് താങ്കൾ നൽകിയിരിക്കുന്നത്. പക്ഷെ താങ്കളുടെ ഈ കോമഡി കാണിക്കുന്ന കാര്യങ്ങൾ സിനിമയിൽ മാത്രമല്ല, സെറ്റിലും നടക്കുന്നുണ്ട്. സാറ അലി ഖാൻ പറഞ്ഞിരുന്നു താങ്കൾ അവർക്ക് പ്രസാദമെന്ന് പറഞ്ഞ് വെളുത്തുള്ളി നൽകിയെന്ന്. ആയിരിക്കാം. അതായത് കോമഡി എന്ന് പറയുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് താങ്കൾ എന്നോട് ചോദിച്ചു, അതായത് ഹൗ ഡു ഐ കീപ് മൈസെൽഫ് ഫിറ്റ് ആൻഡ് യങ്. ആൻഡ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിരിക്കുക എന്നത്. ചിരിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കോമഡി വളരെ പ്രധാനമാണ്. പക്ഷേ ആ ഹാസ്യം ആരെയും ഒരിക്കലും ബാധിക്കാൻ പാടില്ല, അതാരും തെറ്റിദ്ധരിക്കാനും പാടില്ല. അതായത് ഞാൻ വെളുത്തുള്ളിയല്ലേ കഴിക്കാൻ കൊടുത്തത്, വെളുത്തുള്ളിയാണ് കഴിക്കാൻ കൊടുത്തത്. അത് അവരുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അതുമല്ല, എന്റെ അഗനിസ്റ്റായിട്ടാണ് അടുത്ത സീൻ അവർക്കുണ്ടായിരുന്നത്. ഒരുപക്ഷെ വായിൽ നിന്ന് വെളുത്തുള്ളിയുടെ മണമോ നാറ്റമോ വന്നാൽ അത് എന്റെ നേരെ ആയിരിക്കുമല്ലോ, അത് സാരമില്ല. താങ്കളുടെ കോമഡിയെക്കുറിച്ച് അമിതാഭ് ബച്ചനും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ സെറ്റില് അക്ഷയ്ക്ക് കൈ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോതിരവും വാച്ചും ഇതെല്ലാം മറന്നേക്കണമെന്ന്. അതെ, ഞാൻ അമിതാഭ് സാറിന്റെ വാച്ച് ഞാൻ എടുത്തിരുന്നു. അതെ, അത് എനിക്കറിയാം. മറ്റുള്ളവരുടെ വാച്ചുകളെല്ലാം അവരറിയാതെ എങ്ങനെയാണ് എടുക്കുക എന്ന് എനിക്കറിയാം. അത് ഞാൻ പഠിച്ചു. അതായത് അത് അങ്ങനെ എടുക്കണമെങ്കിൽ ചില നെർവ്സ് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ വാച്ചും എനിക്ക് ഊരിയെടുക്കാൻ പറ്റും. ഞാൻ വിചാരിച്ച ആരുടെ വാച്ച് വേണമെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഞാനിത് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ല. എടുത്ത പോലെ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എപ്പോഴെങ്കിലും താങ്കളുടെ ഭാര്യയുടെ വാച്ച് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചാൽ എൻ്റെ ജീവിതം തന്നെ അവരില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ അവരെ പോലും വെറുതെ വിടില്ല. അവർ ഫിലിം സെറ്റിലേക്ക് വരില്ല, അവർക്ക് സിനിമ ഇഷ്ടമല്ല, കാരണം 12-11 പടം ഫ്ലോപ്പായെന്ന് താങ്കൾ പറഞ്ഞിരിക്കുകയാണ്.
അതെ, സത്യമാണ്. അവർ തന്നെ എന്നോട് പറയാറുണ്ട്. അതായത് ജീവിതത്തിൽ 12 സിനിമകൾ ചെയ്തപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഓടിയത്. ആക്ച്വലി അവര് റൈറ്റർ ആകണമെന്നാണ് ആഗ്രഹിച്ചത്. ഷീ വാണ്ടഡ് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് ചെറുപ്പം തൊട്ടേ വളരെ ഇന്റലിജന്റ് ആണ്. അവർക്ക് സിനിമയിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. സാഹചര്യം ഒത്തുവന്നപ്പോൾ എൻറ്റർഡ് ഇൻ ദ ഇൻഡസ്ട്രി ആൻഡ് പിന്നത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു സിനിമ അമീർ ഖാനൊപ്പം ഉണ്ടാവേണ്ടതായിരുന്നു. പടത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ ബേല. പക്ഷേ വി വെർ ഹാവിംഗ് അതിനു മുമ്പ് ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി പുറത്ത് കറങ്ങാൻ തുടങ്ങി. ആൻഡ് അപ്പോ ഞാൻ അവരോട് പറഞ്ഞു ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. പക്ഷേ അവർക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു, വിവാഹത്തിൽ. സോ അപ്പോൾ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ ഞാൻ വിവാഹം കഴിക്കാം, പക്ഷേ ഈ ബേല സിനിമ ഓടിയില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം. അപ്പോൾ ആ സിനിമ എല്ലായിടത്തും വളരെ വലിയ രീതിയിൽ, കാരണം അത് അമീർ ഖാന്റെ സിനിമയാണല്ലോ, ധർമ്മേഷ് ദർശൻ ഡയറക്ടർ, ആ സിനിമ എന്തായാലും ഓടും. പക്ഷേ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ എനിക്ക് ലക്കുണ്ട്. സോറി അമീർ ഖാൻ സാർ, നിങ്ങളുടെ ആ സിനിമ ഓടിയില്ല. അതുകൊണ്ട് എന്റെ കല്യാണം നിങ്ങളുടെ ദയവിലാണ് നടന്നത്. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും ഫെയിൽ ആകുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം താങ്കൾക്കായിരിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഫലം ഉണ്ടാവുമല്ലോ. അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് ലോസ് ആയാൽ, ഫ്ലോപ്പ് ആയാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സാധാരണ. വിവാഹം വളരെ സീക്രട്ട് ആയിട്ടാണ് നടത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ലല്ല, രഹസ്യമായിട്ടൊന്നുമല്ല. ആരോടും പറഞ്ഞില്ലെന്നാണ്. അല്ല, ആരെയും വിളിച്ചില്ല, അതാണ് സത്യം. ആരെയും ക്ഷണിച്ചില്ല, ആരോടും പറഞ്ഞതുമില്ല. ഞാൻ വൈകിട്ട് 6 മണിവരെ ഷൂട്ടിങ്ങിലായിരുന്നു. ആൻഡ് അവരും ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു. ആൻഡ് വി ഹാവ് കെപ്റ്റ് എൻ്റെ സുഹൃത്തിൻ്റെ ടെറസിൽ ഞങ്ങൾ വിവാഹം കഴിച്ചു. അമീർ ഖാൻ പറഞ്ഞിരുന്നു താങ്കളുടെ വൈഫ് അദ്ദേഹത്തോട് വേഗം വാ, എനിക്ക് കല്യാണം നടക്കാൻ പോയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏതോ സ്വപ്നത്തിലാണെന്നാണ് അദ്ദേഹം കരുതിയത്. അതങ്ങനെയാണ്. കല്യാണം എന്ന് പറയുന്നത്, അഫെയർ എന്ന് പറയുന്നത്, അതൊക്കെ പെട്ടെന്ന് സംഭവിക്കും. അതിനെന്തോ ഒരു പട്ട് പെട്ടെന്ന് നിശ്ചയം, മംഗനി. ഇക്കാര്യം സത്യമാണോ? താങ്കളുടെ ഭാര്യ കുറച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കോഡ് വേർഡ് താങ്കൾ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം? കണ്ണാടി വെക്കും. അതായത് ഇതൊന്നും എല്ലാവരോടും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചുകൊണ്ട് പറയാം. ഞങ്ങൾക്കൊരു കോഡ് വേർഡ് ഉണ്ട്. എനിക്ക് എപ്പോൾ തോന്നുന്നു ആ സമയത്ത് എൻ്റെ വൈഫ്, അതായത് പാട്ടേന്ന് എന്തെങ്കിലും പറയും. ദർ ഇസ് നോ ഫിൽറ്റർ. ഒരിക്കൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദ്യമായി ഞാൻ അവരെ ഒരു സിനിമയ്ക്ക്, ഒരു ട്രയൽ ഷോയ്ക്ക് കൊണ്ടുപോയിരുന്നു. അതായത് ആ ട്രയൽ ഷോയിൽ രജത് സാർ, അന്ന് അതിൻ്റെ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. അദ്ദേഹം പടം കഴിഞ്ഞ് ചോദിച്ചു പടം എങ്ങനെയുണ്ട് മാഡം എന്ന്. അവര് പറഞ്ഞു ഇറ്റ്സ് എ ഷിറ്റ് മൂവി. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു. ഞാൻ വിചാരിച്ചു തീർന്നു, ഇനി ഒരിക്കലും അദ്ദേഹം എന്നെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കില്ല. അത് കഴിഞ്ഞ ഉടനെ ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. യു ക്യാൻ ബി ഡിപ്ലോമാറ്റിക്, നോ? ഐ ആം ലൈക്ക് ദിസ്. ഞാൻ കറുത്ത നിറം കറുത്താണെന്നേ പറയൂ, വെള്ള നിറത്തെ വെള്ളയാണെന്നേ പറയൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാൻ കുറേ കാര്യങ്ങൾ കുറേശ്ശെയായി പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എന്നോട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി, ട്വിങ്കിൾ കണ്ണാടി ഇട്ടോന്ന്. സോ ഇതാണ് കാര്യം. ഞാനും ഇത് താങ്കളുടെ അടുത്തുനിന്ന് പഠിക്കണം, കാരണം എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളും പറയൂ നിങ്ങളുടെ കോഡ് വേടെന്താ. അത് കുറച്ച് രഹസ്യമായിട്ട് വേണം ഞാൻ പറയാൻ, കാരണം അവരാണ് ഡയറക്ടർ, അത് കണ്ടുപിടിക്കും. ശരി, ഓക്കെ. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ചോദ്യം എന്താണെന്നാൽ, നിങ്ങളുടെ വൈഫിനെ നോക്കിയാൽ ഈ കാലത്തിലുള്ള ആളാണ്, വളരെ വെസ്റ്റേണൈസ്ഡ് ആണ്. അപ്പൊ ഞാനൊരു പഴഞ്ചനാണെന്നാണോ പറയുന്നത്? യെസ് സർ, ഓഫ് കോഴ്സ്. പക്ഷേ നിങ്ങളൊരു പക്ക ഇന്ത്യൻ ആണ് ഓ, സർ. ഇന്ത്യനോ? ആക്ച്വലി അവർ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് വളരെ ഡിഫറൻ്റ് ഷീ ആണെന്ന്. തിങ്ക് ലെഫ്റ്റ് ആൻഡ് ഐ തിങ്ക് റൈറ്റ്. കംപ്ലീറ്റ്ലി ഞങ്ങൾ രണ്ടുപേരും ഡിഫറൻ്റ് ആണ്. യു ആർ ഓൾവേസ് റൈറ്റ്. ആ? യു ആർ ഓൾവേസ് റൈറ്റ്. ഐ എം ഓൾവേസ് റൈറ്റ്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ലെഫ്റ്റ് പേഴ്സൺ ഷീ ഈസ് റൈറ്റ് ഫോർ മീ, മൈ വൈഫ് ഈസ് ഓൾവേസ് റൈറ്റ്. പക്ഷേ ഞങ്ങൾക്കിടയിൽ
ഒരു കാര്യം കോമൺ ആണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കും. സോ ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ലൈഫ് വെരി സിമ്പിൾ. അവർക്കും സിനിമ കാണുന്നത് ഇഷ്ടമാണ്, എനിക്കും സിനിമ കാണുന്നത് ഇഷ്ടമാണ്. അവർക്ക് പാർട്ടിയിൽ പങ്കെടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, എനിക്കും അതുപോലെ തന്നെ ഇഷ്ടമല്ല. സോ ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ വളരെ മാച്ചാണ്. അതായത് ഇങ്ങനെ എടുക്കാം, നമുക്ക് 20% മാച്ചാണ്, 80% മാച്ച് അല്ല. പക്ഷേ ആ 20% വളരെ സ്ട്രോങ് ആണ്. അതാണ് 80%നെ പിടിച്ചു നിർത്തുന്നത്. ഇക്കാര്യം സത്യമാണോ? അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ ഹൊറർ ഫിലിം ആയിരിക്കും കാണുന്നത്? അതെ, സത്യമാണ്. ഞങ്ങൾ രണ്ടുപേർക്കും ഹൊറർ സിനിമ കാണുന്നത് വളരെ ഇഷ്ടമാണ്. ഹൊറർ സിനിമകൾ അവർ എപ്പോഴും എൻ്റെ കൂടെ കാണാനാണ് ഇഷ്ടപ്പെടുക. കാരണം അവർക്ക് പേടിയാണ്. പക്ഷെ എന്നാലും കാണും. പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന് മാത്രമേ കാണാറുള്ളൂ. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പോകണോ? ഞാനൊരു വീഡിയോ നോക്കി, സോഷ്യൽ മീഡിയയിൽ അത് വളരെ വൈറലായിരുന്നു. നിങ്ങൾ എവിടെയോ പുറത്തേക്ക് പോയപ്പോൾ ഒരു ഫാൻ വന്ന് നിങ്ങളെ വീഡിയോ എടുക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അല്ല, ഞാൻ ദേഷ്യപ്പെടുമൊന്നുമില്ല. എനിക്ക് അത്ര പെട്ടെന്ന് ദേഷ്യം വരില്ല. ഐ വാസ് ജസ്റ്റ് ആസ്കിംഗ് ഹിം, റിക്വസ്റ്റിംഗ് ഹിം. നോക്കുമ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ടിരിക്കുന്ന വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ അവനത് കേട്ട ഭാവം നടിച്ചില്ല. ശരി, ഞാനും ഓക്കെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. ബട്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് നമ്മൾ അബ്രോഡിലോ മറ്റെവിടെയെങ്കിലും പോയാൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് സാധാരണയാണ്. കാരണം യു ആർ എ പബ്ലിക് പ്രോപ്പർട്ടി, ഐ എം എ പബ്ലിക് പ്രോപ്പർട്ടി. ആരെങ്കിലും വന്ന് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അവരോട് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റൂ, ഫോട്ടോ എടുക്കല്ലേ എന്ന്. ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. നമ്മൾ പറഞ്ഞത് അവർ കേട്ടില്ലെങ്കിൽ ഞാൻ പിന്നൊന്നും പറയാൻ നിൽക്കില്ല. എടുത്തോ, നിന്റെ ഇഷ്ടം, നിന്റെ ഫോൺ, ആയിക്കോട്ടെ. പിന്നെ താങ്കളെക്കുറിച്ച് ധാരാളം മീംസ് ഒക്കെ വരുന്നുണ്ട്. മീംസിന്റെ കാര്യത്തിൽ ഞാൻ വലിയ ആള് തന്നെയാ. ചിലതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഞാൻ വ്യൂവേഴ്സിനെ കാണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. അതായത് സൽമാനൊപ്പം താങ്കളുടെ ഒരു മനോഹരമായ ഫോട്ടോ ഉണ്ട്. അദ്ദേഹത്തിനോട് പറയുകയാണ്, ഒരു പെണ്ണ് പോയാൽ എന്താ? പബ്ലിക്കാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതായത് ആ സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭാവിയിൽ ഇത് മീംസായി വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അതങ്ങനെ സംഭവിച്ചു പോയി. അതിനെക്കുറിച്ച് ഞാനെന്ത് പറയാനാണിപ്പോൾ? പക്ഷെ ആ ക്രിയേറ്റിവിറ്റി വളരെ മനോഹരമാണ്. അതിൽ താങ്കളുടെ പകുതി ഡയലോഗ് എടുത്തിട്ട് അവരുടെ പകുതി ഡയലോഗ് അതിൽ ചേർക്കും. താങ്കളുടെ മുഖം ശരിയല്ലെന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളത് അതിൽ ആഡ് ചെയ്തു. അല്ലല്ല, ഫുൾ ഡയലോഗ് എന്റെയാ. എന്റെ ഡയലോഗാണ് രജിത് സാർ. മുഖം ശരിയല്ലെങ്കിലും നേരെ സംസാരിക്കാൻ. അത് സിനിമയിലുള്ള എന്റെ ഡയലോഗാണ്. 2 പടത്തിൽ ഇതേ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ താങ്കൾ തന്നെയാണോ എഴുതുന്നത്? അതെ, ഞാൻ ഡൽഹിക്കാരനാ. ഇതുപോലുള്ള ഡയലോഗൊക്കെ എനിക്ക് നല്ല വശമാണ്. ഇതൊക്കെ ഞങ്ങള് സാധാരണ പറയുന്ന കാര്യങ്ങളാ. അതായത് മുഖത്ത് നല്ല വെളിച്ചമുണ്ടല്ലോ, എന്ന് കുളിച്ചോന്ന് ചോദിക്കും. അതായത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നോളും. ഇറ്റ്സ് ജസ്റ്റ് കംസ് ഔട്ട്. ഹോണസ്റ്റ് വൺ. മറ്റു പലതും ഞാൻ വായിച്ചിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പേടിച്ചെന്ന് നീ കരുതിയാൽ അത് നിനക്ക് വലിയ ആപത്താണെന്ന്. ഇത് ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഏത് സിനിമയിലാ? ഓ, റൗഡി റാത്തോഡ്. മറന്നുപോയി. അതായത് ജോളി ഫസ്റ്റ് പാർട്ടിൽ അതിൽ താങ്കളുടെ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, അഹങ്കാരം എന്നുള്ള പൊടി നിന്റെ പുറകിൽ വെച്ച് കെട്ടുമെന്നാണ്. ഇതെല്ലാം കോമൺ ആയിട്ട് പറയുന്നത് തന്നെയല്ലേ, പുതിയതായിട്ടൊന്നുമില്ലല്ലോ. പുറകിന്ന് ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ. ഇതൊക്കെ സാധാരണ പറയുന്നതാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇറ്റ് ഈസ് ദ ക്യാരക്ടർ വിച്ച് ഈസ് ടോക്കിംഗ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഈ ക്രിയേറ്റിവിറ്റി ആക്ച്വലി താങ്കളുടേതാണോ ഈ ഡയലോഗെല്ലാം? ചിലത് എൻ്റേതായിരിക്കും, ചിലത് റൈറ്ററുടെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ ആയിരിക്കും. സോ ചിലതൊക്കെ കൂട്ടായ്മയായിരിക്കും. താങ്കൾ ചോദിക്കുന്നു, എൻ്റെ ഉറക്കം കളഞ്ഞത് ആരാണ്? അതിനവർ പറയുന്നു വാട്സപ്പ്, ഇൻസ്റ്റ ആൻഡ് ഫേസ്ബുക്ക് എന്ന്. അതെ. അതായത് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുമോ? അല്ല, ഞാൻ സോഷ്യൽ മീഡിയ അധികമൊന്നും കാണാറില്ല. പക്ഷേ എന്ന് വെച്ച് ഐ തിങ്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഫോൺ നോക്കാറുണ്ട്. അതായത് ഒരു 15 മിനിറ്റൊക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായത് ഈ മീംസ് കാണുന്നവരുണ്ടല്ലോ, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 4, 5, 6 മണിക്കൂറൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഐ ഹാവ് സീൻ, ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു,
ഇവിടെ ധാരാളം യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആരെയും ഉപദേശിക്കാൻ വരുമൊന്നുമല്ല, പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എഫക്റ്റ് ആവും. ദിസ് ബോൺ, ബിക്കോസ് നിങ്ങൾ എപ്പോഴും താഴേക്കല്ല നോക്കിയിരിക്കുന്നത്. അതായത് ഇവിടെ ഒരുപാട് പേർക്ക് ഒരു ഹമ്പുണ്ടാവും ഇവിടെ. സോ അത് ശരിക്കും ആക്ച്വലി നല്ലതല്ല. സോ നിങ്ങളോടുള്ള എൻ്റെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, അധിക സമയം ഫോൺ യൂസ് ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ അത്രയും സമയം കണ്ടോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറച്ചു നേരം കണ്ടോളൂ, പക്ഷേ അതിനായി കുറച്ച് സമയം കണ്ടെത്തൂ. ഞാൻ എൻ്റെ മക്കളോടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോൾക്ക്, അവൾക്കൊരു ടൈമറുണ്ട്, ഇത്ര സമയത്തിൽ കൂടുതൽ കാണാൻ പാടില്ലെന്ന്. അതായത് ശരിക്കും ഹോണസ്റ്റ്ലി ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതായത് അവർ എപ്പോഴും ഇൻഡോറിൽ തന്നെയാണ് കഴിയുക ഇത് നോക്കിക്കൊണ്ട്. ഔട്ട്ഡോറിലേക്ക് കളിക്കാൻ പോലും പോകുന്നില്ല. ഇപ്പോൾ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു.